ചട്ടി ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ഒന്ന് ചൂടായി വന്ന ശേഷം 2 വലിയ സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി എരിവ് കൂടി പോയെന്ന് വിചാരിച്ചു ഒന്നും പേടിക്കണ്ട. ഏറ്റവും ലാസ്റ്റ് ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ. അതിനുശേഷം ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പകുതി ഒന്ന് വാടി വന്നാൽ മതി. സവോള കുറച്ചൊന്ന് വാടിയ ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള നല്ലപോലെ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. സവോളയുടെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമുള്ള ഒരു ലേശം ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചേരുവകൾ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയുടെ വെള്ളമൊക്കെ കുറച്ച് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതിന് ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ സമയമാകുമ്പോൾ നമ്മുടെ ഗ്രേവി ഭാഗമായി എന്നാണ്. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയിട്ട് കൊടുത്ത് ഇളക്കാം. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ ഏതിന് തന്നെ ആയാലും നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കുറുമയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്